നാളെ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. അത് സംസ്ഥാനത്തിന്റെ ധനസ്ഥിതിയെ സംബന്ധിച്ചാണ്. രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ അവസാന സമ്പൂർണ്ണ ബജറ്റ് നാളെ അവതരിപ്പിക്കുകയാണ്. വലിയ ധനപ്രതിസന്ധിയുണ്ട്. സംസ്ഥാനത്തിന്റെ ധനസ്ഥിതിയെ വരിഞ്ഞു മുറുക്കുന്ന അവസ്ഥയാണുള്ളത്. ഇതിനിടയിൽ ജനക്ഷേമ പ്രഖ്യാപനങ്ങളും വികസന പദ്ധതികളും ഒക്കെ എത്രത്തോളം ഉണ്ടാകും, ഇതാണ് കാത്തിരുന്ന് കാണേണ്ടത്. എന്നാലും ഒരു കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് അത്തരം പ്രഖ്യാപനങ്ങൾ നിരവധി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. യൂസർ ഫീ ഈടാക്കിക്കൊണ്ടുള്ള കിഫ്ബി പദ്ധതികളുടെ പ്രഖ്യാപനം നാളെ ബജറ്റിൽ ഉണ്ടാവുമോ? അതാണ് $1 മില്യൺ ക്വസ്റ്റ്യൻ. സംസ്ഥാനത്തിന്റെ പൊതുകടം 2,52,000 കോടി രൂപയിലധികമായി ഉയരുകയും കേന്ദ്ര വിഹിതത്തിൽ ഗണ്യമായ കുറവുണ്ടാകുകയും ചെയ്ത ധനപ്രതിസന്ധിക്കിടയിലാണ് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായുള്ള അവസാന സമ്പൂർണ്ണ ബജറ്റ് ധനമന്ത്രി KN ബാലഗോപാൽ നാളെ സഭയിൽ അവതരിപ്പിക്കുന്നത്. ഉരുൾപൊട്ടൽ ദുരന്തം തകർത്തെറിഞ്ഞ വയനാട് പുനരധിവാസത്തിന് കേന്ദ്ര വിഹിതത്തിനായി കാത്തുനിൽക്കാതെ പ്രത്യേക പാക്കേജ് അനുവദിക്കാനാണ് സാധ്യത. അതിതീവ്ര ദുരന്തമെന്ന് കേന്ദ്രം പ്രഖ്യാപിച്ചെങ്കിലും അതിന്റെ സാമ്പത്തിക പരിഗണനകൾ ഒന്നും സംസ്ഥാനത്തിന് ഇതുവരെ ലഭിച്ചിട്ടില്ലെന്നാണ് ആക്ഷേപം. എന്നാൽ ആ കുറ്റപ്പെടുത്തൽ കൊണ്ട് പുനരധിവാസം വൈകിയാൽ പഴി കേൾക്കേണ്ടി വരിക സർക്കാരിനാണെന്ന ബോധ്യത്തിലാണ് വയനാട് ടൗൺഷിപ്പിനായി ബജറ്റിൽ പ്രത്യേകം തുക വകയിരുത്തുന്നത്. ക്ഷേമ പെൻഷൻ തുക ഉയർത്തുന്നതിനേക്കാൾ അത് കൃത്യമായി പ്രതിമാസം കൊടുക്കുന്നതിനാണ് മുഖ്യ പരിഗണനയെന്ന് ധനമന്ത്രി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. കിഫ്ബി വഴി വരുമാനദായക പദ്ധതികൾ നടപ്പിലാക്കണമെന്ന സുപ്രീം കോടതി നിർദ്ദേശം നിലനിൽക്കുന്നതിനാൽ കിഫ്ബിക്കും പ്രത്യേക പാക്കേജ് അനുവദിക്കാനാണ് സാധ്യത. ജനക്ഷേമ പദ്ധതികൾക്ക് വരുമാനം കണ്ടെത്തുന്നതിന്റെ ഭാഗമായി നികുതി അനുപാതത്തിലും വർധന ഉണ്ടായേക്കും. അതേസമയം വൈദ്യുതി ചാർജ് വർധനയ്ക്ക് പിന്നാലെ അമിത നികുതി ഭാരം കൂടിയായാൽ വിമർശനം ക്ഷണിച്ചു വരുത്തുന്ന നടപടിയായി അത് മാറുമെന്നതാണ് സർക്കാർ നേരിടുന്ന വെല്ലുവിളി. വ്യവസായ, വിദ്യാഭ്യാസ, വിനോദസഞ്ചാര മേഖലകളിൽ സ്വകാര്യ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതികളും ബജറ്റിൽ ഇടം പിടിച്ചേക്കും. കേന്ദ്ര അവഗണന തുടരുന്നതിനിടെ ജനക്ഷേമ പദ്ധതികളുടെ നടത്തിപ്പിന് വരുമാനം കണ്ടെത്താൻ ബജറ്റിൽ എന്ത് സസ്പെൻസാകും ധനമന്ത്രി കാത്തുവച്ചിരിക്കുന്നതെന്നറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. ന്യൂസ് 18 തിരുവനന്തപുരം.